സ്വാതന്ത്ര്യദിനം കൂടെ വരാൻ വേണ്ടി പോവുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ LP ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ക്വിസ് മത്സരങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ കുട്ടികൾ എല്ലാവരും അടിപൊളിയായിട്ട് മത്സരത്തിൽ പങ്കെടുക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് മിസ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ പഠിക്കാം. അപ്പൊ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, അതെന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത്. ഒരു ചോദ്യം ഒരു ഉത്തരം എന്നുള്ളത് കാണാപ്പാഠം പഠിക്കാതെ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് എന്താണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹാപ്പൻഡ് ഇൻ എന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നിങ്ങൾക്ക് അറിയാലേ ഒരുപാട് വർഷക്കാലം ഭരിച്ചിരുന്നത് വിദേശ ശക്തികളായിരുന്നു. ഇന്ത്യയിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ വരുന്നത്. പക്ഷെ പതിയെ പതിയെ അവരെന്ത് ചെയ്യാണ്, ഇന്ത്യയുടെ ഭരണം കീഴടക്കുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ എല്ലാവരും കൂടെ ഒന്ന് ശക്തമായിട്ട് പോരാടിയ ഒരു സംഭവമാണ് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് വളരെയധികം ശക്തിയായിട്ട് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അങ്ങനെ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഝാൻസി റാണിയെ അറിയില്ലേ? മംഗൾ പാണ്ഡെയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ടാണ് മംഗൾ പാണ്ഡെയെ പറയാറ്. അപ്പൊ മംഗൾ പാണ്ഡെയും അതേപോലെ തന്നെ റാണി ഗൗരി ലക്ഷ്മിബായി, നമ്മൾ ഝാൻസി റാണി എന്ന് പറയുന്ന നമ്മുടെ ഝാൻസി റാണിയും ഒക്കെ എന്താണ് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികളാണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ? മണികർണിക എന്ന് പറയുന്നതും ആരെ തന്നെയാ? ഝാൻസി റാണിയെ തന്നെയാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലായോ? യെസ്. ഓക്കെ, നിങ്ങൾ അടുത്ത ചോദ്യം നോക്കണേ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഇസ് നോൺ ആസ് കേരള ഗാന്ധി എന്നാണ് അടുത്ത ചോദ്യം. കെ കേളപ്പനാണ് ആൻസർ എന്ന് പറയുന്നത്. ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പനാണ് ഉത്തരം. കേരളത്തിലെ പയ്യന്നൂരിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കെ കേളപ്പൻ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കേരള ഗാന്ധി എന്ന് പറയുന്നത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. ഗാന്ധിജിയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. ദണ്ഡി യാത്ര എന്നറിയപ്പെടുന്നതും എന്തിനെ തന്നെയാണ്? ഉപ്പ് സത്യാഗ്രഹത്തിനെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് കെ കേളപ്പൻ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലുള്ള വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ളത് മക്കളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി നടത്തിയ സമരാഹ്വാനം എന്താണെന്നാണ്. ദ സ്ലോഗൻ റേസ്ഡ് ബൈ ഗാന്ധിജി ഇൻ ദ ടൈം ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന വർഷം 1942 എന്നാൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓഗസ്റ്റ് 8 ഈ ഒരു സമരം ആരംഭിക്കുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 9 എല്ലാവരും എന്ത് ചെയ്യാണ്? അറസ്റ്റ് ചെയ്യാണ് ഗാന്ധിജിയെയും നെഹ്റുവിനെയും ഒക്കെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഗാന്ധിജി, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിജി ഒരു മുദ്രാവാക്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞതും മഹാത്മാഗാന്ധി തന്നെയാണ്. കുട്ടികൾ സ്നേഹത്തോടെ ബാപ്പുജി എന്ന് വിളിച്ചത് ആരെയാണ്? അല്ലെങ്കിൽ ആളുകളൊക്കെ, ഇന്ത്യയിലെ ആളുകളൊക്കെ ആരെയാണ് ബാപ്പുജി എന്ന് വിളിച്ചത്? ഗാന്ധിയെയാണ്. എന്നാൽ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന ശിശുദിനം ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ ആരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നെഹ്റുവിനെയാണ്. നെഹ്റുവിനെ നമ്മൾ ചാച്ചാജി എന്നാണ് വിളിച്ചിരിക്കുന്നത്. നെഹ്റുവിനെ നമ്മൾ എന്താ വിളിച്ചിരിക്കുന്നത്? ചാച്ചാജി എന്നാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഇനി കേരളത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. മലബാർ കലാപം എവിടെയാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സംസ്ഥാനത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ചമ്പാരൻ സത്യാഗ്രഹവും ഒന്ന് ഓർത്ത് വെക്കുക. ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ്. ബീഹാറിലാണ് ഈ പറയുന്ന ചമ്പാരൻ എന്ന് പറയുന്ന
സ്ഥലമുള്ളത്. ബീഹാറിലുള്ള നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ ആദ്യത്തെ സമരമാണ്. 1917 നടന്നിരിക്കുന്നത്. അപ്പൊ മലബാർ കലാപത്തോടനുബന്ധിച്ച് കേരളത്തിലാണല്ലോ നടന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവമുണ്ട്. വാഗൺ ട്രാജഡി എന്നാണ് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. അപ്പൊ വാഗൺ ട്രാജഡി എവിടെയാന്ന് വെച്ചാൽ കേരളത്തിലാണ്. മലബാർ കലാപവുമായിട്ട് നടന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ഓർക്കുക. ഇതോടൊപ്പം തന്നെ ജാലിയൻ വാലാബാഗിനെ പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവും. 1919 ജാലിയൻ വാലാബാഗ് നടന്നത്. നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 1930. അപ്പൊ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഗംഭീരമായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് എല്ലാവർക്കും വിൻ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.